ോടും പല സൂചനകൾ ഇനി വരാനിരിക്കുന്നു. അപ്പോഴാണ് ഈ ചിത്രമെന്ന് ഓർക്കണം. 290 ഇപ്പോൾ NDA മുന്നണിയുടെ ലീഡ് നില. അതിൽ മാറ്റമുണ്ടായേക്കാം, പക്ഷേ നിലവിലെ ചിത്രം അങ്ങനെയാണ്. രാജ്യത്ത് വീണ്ടും മോദി തരംഗം, അതിന്റെ സൂചനയാണ് പുറത്തു വരുന്നത്. 250 സീറ്റുകളിൽ BJP മാത്രം മുന്നിലാണ്. 283-ൽ 250 സീറ്റുകളിൽ BJP മാത്രം മുന്നിലാണ്. ബാക്കി സീറ്റുകളിലാണ് ഘടകകക്ഷികൾ ലീഡുള്ളത്. അങ്ങനെ കേവല ഭൂരിപക്ഷം കടന്ന് 400-ന് മുകളിൽ ഏതാണ്ട് 400ഓളം സീറ്റുകളുടെ ഫലസൂചനകൾ പുറത്തു വരുമ്പോൾ കേവല ഭൂരിപക്ഷം കടന്നാണ് ഇപ്പോൾ NDA സഖ്യം മുന്നോട്ട് പോകുന്നത്. രഞ്ജിത്ത് 290-ആയി 161 ഇന്ത്യ സഖ്യത്തിന്. മധ്യപ്രദേശിൽ ഇപ്പോഴും BJPക്ക് 21 സീറ്റുകളിൽ ലീഡ്, അതായത് ഒന്നിൽ മാത്രമേ പിന്നിട്ട് നിൽക്കുന്നുള്ളൂ. അതാണ് ഏറ്റവും വലിയ മുന്നേറ്റം. ഉത്തർപ്രദേശിൽ വലിയ മുന്നേറ്റമാണ് BJP ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ്. ബംഗാളിൽ തൃണമൂലിനൊപ്പം BJP. മഹാരാഷ്ട്രയിൽ 27 സീറ്റിൽ ഇപ്പോൾ NDA മുന്നിലാണ്. മഹാരാഷ്ട്രയിലും NDA കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ മുന്നോട്ട് വരികയാണ്. 45 സീറ്റുകളുടെ ലീഡിൽ അറിഞ്ഞു കഴിഞ്ഞു. തമിഴ്നാട്ടിൽ ശ്രദ്ധേയമായ മത്സരമാണ്. തമിഴ്നാട്ടിൽ 2ഇടത്ത് BJP ലീഡ് ചെയ്യുന്നു. കോയമ്പത്തൂർ അടക്കം 2 സ്ഥലങ്ങളിൽ തമിഴ്നാട്ടിൽ ഇപ്പോൾ BJP ലീഡ് ചെയ്യുന്നു. മഹാരാഷ്ട്രയിൽ നേരത്തെ പറഞ്ഞതുപോലെ 27 സ്ഥലങ്ങളിലാണ് NDA സഖ്യത്തിന് ലീഡ്. അങ്ങനെ തമിഴ്നാട്ടിലും BJPയുടെ ആദ്യഘട്ട ലീഡും ശ്രദ്ധേയമാവുകയാണ് ദേശീയ തലത്തിൽ. തമിഴ്നാട്ടിൽ ADMKക്ക് 2 ഇടങ്ങളിൽ ലീഡ് കാണിക്കുന്നുണ്ട്. ആ ചിത്രത്തിൽ മാറ്റമുണ്ടായേക്കാം, പക്ഷേ തുടക്കത്തിൽ ആ ലീഡ് ഇപ്പോൾ കാണിക്കുന്നുണ്ടെന്നുള്ളത് ഒരു ചിത്രമുണ്ട് അവിടെ. അണ്ണാ DMKക്ക് അവിടെ ചിലപ്പോൾ ഒരു സീറ്റും കിട്ടില്ല എന്നുള്ള രീതിയിലുള്ള വിലയിരുത്തലുണ്ട്. പക്ഷേ അവിടെ അണ്ണാ DMK 2 സീറ്റിൽ ലീഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ DMK സഖ്യമാണ് കൂടുതൽ. കർണാടകത്തിൽ ഇപ്പോൾ കോൺഗ്രസ് 5 സീറ്റുകളിലേക്ക് ലീഡ് നില ഉയർത്തിയിട്ടുണ്ട്. 300 കടന്നു. NDA സഖ്യം 300 കടന്നു. 263 സീറ്റുകളിൽ ഒറ്റയ്ക്ക് BJPക്ക് ലീഡുണ്ട്. 300 കടന്ന് NDA സഖ്യം കേവല ഭൂരിപക്ഷവും കടന്ന് NDA കുതിക്കുകയാണ്. ഇനി 80ഓളം സീറ്റുകളുടെ ഫലസൂചനകൾ ലഭ്യമാകാനുണ്ട്. 300 സീറ്റുകളിൽ ഇപ്പോൾ NDA സഖ്യം. ഉത്തർപ്രദേശിൽ ഇന്ത്യ സഖ്യത്തിനും ചെറിയ പ്രതീക്ഷയുണ്ട്. കാരണം 23 സീറ്റുകളിൽ ഇപ്പോൾ ലീഡ് നേടാൻ ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞിട്ടുണ്ട്. BJP 51 സീറ്റുകളിലാണ് ലീഡ്. പക്ഷേ കഴിഞ്ഞ തവണത്തേക്കാൾ പ്രതിപക്ഷത്തിന് ഉത്തർപ്രദേശിൽ കുറച്ചുകൂടി സീറ്റ് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. പത്തനംതിട്ടയിൽ നിന്നൊരു അപ്ഡേറ്റ് വരുന്നുണ്ട്. പത്തനംതിട്ടയിൽ UDFന്റെ ലീഡാണ് ഉണ്ടാവുന്നത്. 30 വോട്ടുകളുടെ ലീഡാണ്. അത് പോസ്റ്റൽ വോട്ടുകളാവാം. EVM കണക്കുകൾ വരുന്നില്ല. ഇപ്പോൾ കണക്ക് പുറത്തു വരുമ്പോൾ UDF പത്തനംതിട്ടയിൽ ലീഡ് തിരികെ പിടിക്കുന്നു എന്നതാണ് അവിടുത്തെ ചിത്രം. പത്തനംതിട്ടയിൽ UDF ലീഡ് തിരികെ പിടിച്ചിരിക്കുകയാണ്. ആന്റണി പത്തനംതിട്ടയിൽ മുന്നിട്ട് നിൽക്കുന്നു. നേരത്തെ ഐസക് ആയിരുന്നു മുന്നിൽ. കാസർഗോഡ് LDF ലീഡ് ചെയ്യുന്നു. ഉണ്ണിത്താന്റെ ലീഡ് പോയി. കോട്ടയത്ത് UDF ആണ് ഇപ്പോഴും ലീഡ്. ആലപ്പുഴയിൽ LDF ആണ്. എറണാകുളത്ത് വലിയ ലീഡിലേക്ക് UDF പോവുകയാണ്. ഹൈബി വലിയ ലീഡിലേക്ക് പോവുകയാണ്. പത്തനംതിട്ടയിൽ UDF മുന്നിൽ എന്നുള്ളതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്. അതുപോലെ തന്നെ കാസർഗോഡ് LDF ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്. പാലക്കാട് ഇപ്പോഴും LDF ലീഡ് ചെയ്യുകയാണ്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി 680 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. ആറ്റിങ്ങലിൽ ജോയ് LDF മുന്നിട്ട് നിൽക്കുന്നു. ആലത്തൂരിൽ 20 വോട്ടുകൾക്ക് ലീഡുകളാണ് ഏറ്റവും പ്രധാനം. ഇടുക്കിയിൽ 3099 വോട്ടുകൾക്കാണ് UDF ലീഡ് ചെയ്യുന്നത്. എറണാകുളത്താകട്ടെ 1927 വോട്ടുകൾക്ക് പോസ്റ്റൽ വോട്ടുകളുമായി ബന്ധപ്പെട്ട ലീഡ് നിലകൾ വരുമ്പോൾ EVM തുടക്കത്തിൽ എണ്ണുമ്പോൾ വലിയ ലീഡിലേക്ക് എറണാകുളത്തും ഇടുക്കിയിലും, അതായത് UDFന്റെ പരമ്പരാഗത മണ്ഡലങ്ങളിൽ UDF സ്ഥാനാർത്ഥികൾ വലിയ കുതിപ്പ് നടത്തുന്നു. അത് ശ്രദ്ധേയമാണ്. UDFന്റെ പരമ്പരാഗത ഇടങ്ങളിൽ കോട്ടയമാവട്ടെ, ഇടുക്കിയാവട്ടെ, പത്തനംതിട്ടയാവട്ടെ, അവിടെ ലീഡ് നില വലിയ രീതിയിലേക്ക് വരുന്നു. ഇടുക്കി പ്രധാനമാണ്. എറണാകുളത്ത് ഈസി ആയിട്ട് പോവുകയാണ്. കോഴിക്കോട് പക്ഷേ UDFും LDFും തമ്മിൽ ടൈറ്റ് ഫൈറ്റ് നടക്കുകയാണ്. 280 വോട്ടുകൾക്കാണ് ഇപ്പോൾ UDF മുന്നിൽ. സജിത്ത് പറഞ്ഞതുപോലെ ഇടുക്കിയും എറണാകുളവും UDFന്റെ തേരോട്ടം എന്ന് തോന്നിക്കുന്നു. കോട്ടയത്ത് പക്ഷേ ആ സ്ഥിതി കാണുന്നില്ല. വയനാട്ടിൽ UDFന്റെ അതേ മുന്നേറ്റം തന്നെ നടക്കുകയാണ്. പരമ്പരാഗത സീറ്റുകളിൽ UDF മുന്നേറുന്ന കാഴ്ചയാണ്. അതേസമയം LDFന് വടക്കൻ മേഖലകളിൽ വീഴ്ച ഉണ്ടാകുന്നു എന്നുള്ള സംശയം പോലും ഈ തപാൽ വോട്ടുകളിൽ ഉണ്ടാകുന്നു. ഇപ്പോൾ EVMന്റെ റിസൾട്ടും വന്നു തുടങ്ങിയിരിക്കുകയാണ്. ഉത്തർപ്രദേശിന്റെ പുതിയ ചിത്രം വരുമ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഒരു മുന്നേറ്റ സൂചന അവിടെ ഉണ്ടാകുന്നുണ്ട്. ശ്രദ്ധിക്കുക. ഉത്തർപ്രദേശിന്റെ കണക്കിലേക്ക് വരുമ്പോൾ നമുക്ക് പ്രേക്ഷകർക്ക് സ്ക്രീനിലേക്ക് ഉടൻ തന്നെ ഉത്തർപ്രദേശിന്റെ കണക്കുകൾ എത്തിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉത്തർപ്രദേശിന്റെ കണക്കുകൾ പുറത്തു വരുമ്പോൾ അവിടെ 51 സ്ഥലങ്ങളിൽ NDA, ഉത്തർപ്രദേശിൽ 51 സ്ഥലങ്ങളിൽ NDA, 21 സ്ഥലങ്ങളിൽ 23 സ്ഥലങ്ങളിൽ ഇന്ത്യ സഖ്യം, അതായത് 23 സ്ഥലങ്ങളിൽ തുടക്കത്തിൽ ഇന്ത്യ സഖ്യത്തിൽ ലീഡ് വരുന്നു. 51 ഇടങ്ങളിൽ മാത്രമാണ്. ശ്രദ്ധിക്കണം, കഴിഞ്ഞ തവണ 64 സീറ്റുകളാണ് NDAക്ക് അവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ 51 ഇടങ്ങളിൽ മാത്രമാണ് ലീഡ്. 21 സ്ഥലങ്ങളിൽ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ചേരുന്ന ഇന്ത്യ സഖ്യം അവിടെ ലീഡ് ചെയ്യുന്നു എന്നത് NDAക്ക് തിരിച്ചടിയാണ്. രാജ്യത്തെ ഫലസൂചനകളിൽ നിർണായകവുമാണ്.
12 സീറ്റുകളിലാണ് UDF ലീഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ശശി തരൂർ വീണ്ടും ലീഡ് ചെയ്യുകയാണ്. ഇപ്പോഴും തരൂരിന്റെ ലീഡ് 300 എത്രയാണ് ഇപ്പോഴത്തെ തരൂർ 811 വോട്ടിന് മുന്നിൽ എന്നതാണ് ഏറ്റവും പുതിയ വിവരം. 811 വോട്ടുകൾക്ക് തരൂർ മുന്നിൽ. പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി UDF 56 വോട്ടുകൾക്ക് മുന്നിൽ. അപ്ഡേറ്റ് ഇതാണ്. മലപ്പുറത്ത് ET മുഹമ്മദ് ബഷീർ UDF മുന്നിലാണ്. എല്ലായിടത്തും EVM എണ്ണി തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്. ഡീൻ കുര്യാക്കോസിന്റെ ലീഡ് 4324. ഈ കണക്ക് പരിശോധിക്കപ്പെടണം മഞ്ജുഷ്. 4324 എന്നത് ഒരുപക്ഷെ EVM മെഷീനിൽ വരുമ്പോൾ വലിയ മാറ്റം ഉണ്ടായേക്കാം. അങ്ങനെയെങ്കിൽ UDF പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരു വിജയം തുടക്കത്തിലെ ലീഡിന് ശേഷം മുകേഷ് LDF സ്ഥാനാർത്ഥി മുകേഷ് പുറകോട്ട് പോകുന്ന കാഴ്ചകൾ ഇപ്പോഴുണ്ട്. കൊല്ലത്ത് തുടക്കത്തിൽ ഒരു ചെറിയ കൗതുകമുണർത്തിയ ഫലമായിരുന്നു. മുകേഷ് ആയിരുന്നു ആദ്യഘട്ടത്തിൽ മുന്നിൽ നിന്നത്. കൊല്ലത്ത് ഇപ്പോൾ LDF സ്ഥാനാർത്ഥി പുറകോട്ട് പോയിരിക്കുന്നു. പ്രേമചന്ദ്രന്റെ ലീഡ് നില ഓരോ നിമിഷവും വർദ്ധിച്ചു വരുന്നുണ്ട്. UDF 1332 വോട്ടുകൾക്ക് കൊല്ലത്ത് മുന്നിലാണ്. 1332 എന്ന കുതിപ്പിലേക്ക് UDF സ്ഥാനാർത്ഥി പ്രേമചന്ദ്രൻ എത്തുന്നു എന്ന പ്രധാനപ്പെട്ട കണക്ക് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നു. അതാണ് സാഹചര്യം, അതാണ് ചിത്രം. ദേശീയ തലത്തിലുള്ള ചിത്രം വേഗത്തിൽ ഒന്നുകൂടെ നോക്കാം. 297ലേക്ക് NDAയുടെ ലീഡ് നില മാറുന്നു. സീറ്റുകളുടെ എണ്ണം 297. ഇന്ത്യ മുന്നണി 161. ഉത്തർപ്രദേശിന്റെ ചിത്രത്തിൽ മാറ്റമുണ്ടായില്ലെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. NDA 53ഉം ഇന്ത്യ മുന്നണി 24 ഉത്തർപ്രദേശ് എന്ന ഹിന്ദി മേഖലയിൽ BJPയുടെ ശക്തി കേന്ദ്രത്തിൽ ഫൈറ്റ് ചെയ്യുന്നു എന്ന ചിത്രം ഇപ്പോൾ പ്രധാനപ്പെട്ട കാര്യമാണ്. 77 ലീഡ് വരുമ്പോഴാണ് BJPയോടൊപ്പം അല്ലെങ്കിൽ പകുതി പിടിക്കുക എന്നുള്ളത് വലിയ കാര്യമാണ് ഇന്ത്യ സഖ്യത്തിന്. ഉത്തർപ്രദേശിൽ അതിപ്പോൾ കാണുകയും ചെയ്യുന്നുണ്ട്. അതേസമയം കർണാടകത്തിലും കോൺഗ്രസിൽ 5 സീറ്റുകളിൽ ലീഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വലിയ പ്രത്യേകതയാണ്. ഇന്ത്യ 161 സീറ്റുകൾ ഇന്ത്യ സഖ്യം മുന്നേറുന്നു. അതിൽ 57 സീറ്റുകൾ കോൺഗ്രസിനുണ്ട് എന്നുള്ളതാണ്. 57 സീറ്റുകളിൽ കോൺഗ്രസിന് മുന്നേറ്റമുണ്ട്. 161 ഇപ്പോൾ ഇന്ത്യ സഖ്യം ലീഡ് ചെയ്യുന്നത് എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. ഒരു സഖ്യം എന്ന നിലയിൽ അത് ഗുണം ചെയ്തു എന്നതിന്റെ പല സൂചനകൾ കൂടി പുറത്തു വരുന്നു. ഇന്ത്യ സഖ്യത്തിന് കൂടി ഉണർവാകുന്ന ഫലമാണ് തുടക്കത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നൽകാനുള്ളത്. അതാണ് ചിത്രം. ദേശീയ തലത്തിൽ അതാണ് ചിത്രം. ഇന്ത്യ മുന്നണി പിന്നിലാണെങ്കിലും ഫൈറ്റ് ചെയ്യുന്നു എന്ന സൂചനയുണ്ട്. ഒരുപക്ഷെ തപാൽ വോട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ ചിത്രത്തിൽ മാറ്റമുണ്ടായേക്കാം. EVM മെഷീനുകളിലേക്ക് വരുമ്പോൾ ചിത്രത്തിൽ മാറ്റമുണ്ടായേക്കാം. കാത്തിരിക്കുക. ഇപ്പോൾ സമയം 8:43. അല്പസമയത്തിനുള്ളിൽ 10 മിനിറ്റോടെ കഴിഞ്ഞാൽ ആദ്യ റൗണ്ട് മുഴുവനായിട്ടും കിട്ടും. 98 ബൂത്തുകളിലെ ഫലം ഓരോ മണ്ഡലത്തിലും ആദ്യ റൗണ്ട് കിട്ടും. അല്പസമയത്തിനകം കിട്ടും. വയനാട്ടിൽ ഇപ്പോൾ 1778 വോട്ടുകൾക്കാണ് രാഹുൽ ഗാന്ധി മുന്നിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ ആലത്തൂരിൽ UDF ആണ് മുന്നിൽ. പാലക്കാട് LDFനാണ് മുന്നിട്ട് നിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇപ്പോഴും തരൂരാണ് മുന്നിൽ. തരൂർ ഇപ്പോഴും തിരുവനന്തപുരത്ത്. മലപ്പുറത്തും പൊന്നാനിയിലും പ്രതീക്ഷിച്ച പോലെ തന്നെ UDF ആണ്. 7 സീറ്റിലാണ് LDFന്റെ ലീഡ്. ഇപ്പോൾ ബാക്കി 13 UDF ആണ്. BJP ഒരിടത്തും ലീഡ് ചെയ്യുന്നില്ല. തൃശ്ശൂരിൽ ഇപ്പോൾ LDF ആണ് ലീഡ്. തിരുവനന്തപുരത്ത് UDF ആണ്. BJP ഇപ്പോൾ ഒരു സ്ഥലത്തും ലീഡ് ചെയ്യുന്നില്ല. 13-7 UDF, 7 LDF എന്നതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. മുകളിലത്തെ ആ കണക്ക് നോക്കേണ്ട. ഇപ്പോൾ BJP ഒരിടത്തും ലീഡ് ചെയ്യുന്നില്ല. ദേശീയ തലത്തിലെ ശ്രദ്ധേയമായ ഫലം പുറത്തു വരുന്നുണ്ട്. ദേശീയ തലത്തിൽ മറ്റൊരു ശ്രദ്ധേയമായ കാര്യം മഹാരാഷ്ട്രയിലെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. കാരണം 24 ഇടങ്ങളിൽ മഹാരാഷ്ട്രയിൽ NDA സഖ്യം മുന്നിൽ, 21 ഇടങ്ങളിൽ ഇന്ത്യ സഖ്യവും മുന്നിൽ. അതായത് ഇഞ്ചോടിഞ്ച് പോരാട്ടം. ഈ 21-ൽ ശിവസേനയുടെ ഉദ്ധവ് വിഭാഗത്തിനാണ് ഏറ്റവും കൂടുതൽ മുന്നേറ്റമെന്ന് ശ്രദ്ധേയമാണ്. നമുക്കറിയാം ശിവസേനയെ പിളർത്തിയാണ് ഷിൻഡെ വിഭാഗം അപ്പുറത്ത് NDAക്കൊപ്പം പോയത്. പക്ഷേ ഇപ്പോൾ ഉദ്ധവ് വിഭാഗത്തിനാണ് ശിവസേനയുമായി ബന്ധപ്പെട്ട് മഹാരാഷ്ട്രയിൽ